മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ. മഞ്ഞു പെയ്യും രാവിൽ മനസ്സുറങ്ങിയോ. കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ. കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. ഈരാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരപ്രിയം. ഈ മൗനം പോലും വാചാലം സല്ലാപത്തോട്ടം. ആനന്ദം ചോരും പൂമഞ്ചും ഈശയ്യാമഞ്ചം. ആവേശം ചേരും ഉന്മാദം ഇന്നങ്കുപാങ്കം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ. കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. മാനത്തന്നി പൊന്നും തിങ്കൾ തിരിയോരോ നേടും താഴ്ത്തി. ചോലക്കോട്ടിൽ നീലക്കൂമൻ ഇലജന്നൽ വാതിൽ ചാരി. ഇനിയും ചായാത്ത പൂക്കൾ ഇനിയ മോഹങ്ങളോ. മനസ്സു പൂക്കുന്ന രാവിൽ കുളിരു കൂടുന്നുവോ. ആലോലം വീശും പൂന്തെന്നൽ താരാട്ടും പാട്ടിൽ താരോയിൽ കേഴും താരമ്പിൽ പൊന്നിഷ്ടം കൂടാം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ. കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. ഈരാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരപ്രിയം. ഈ മൗനം പോലും വാചാലം സല്ലാപത്തോട്ടം. ആനന്ദം ചോരും പൂമഞ്ചം ഈശയ്യാമഞ്ചം. ആവേശം ചേരും ഉന്മാദം ഇന്നങ്കുപാങ്കം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ. കണ്ണും
വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ വെരി ഗുഡ് ആർജിത കുട്ടി. എന്താ ഓ എന്താ വിളിയല്ലേ, ഞാനങ്ങ് അലിഞ്ഞു പോയി കേട്ടോ. ഞാന് ജഗദീഷ് ശ്രീകുമാർ പറയുന്നത് ഞാനങ്ങ് അലിഞ്ഞു പോയി. കുറച്ചുകൂടെ നീട്ടി നിന്ന് കുറച്ച് ഒന്നുകൂടെ ഫീൽ ഉണ്ട്. നീ എന്തോ വേണ്ട 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 ഇത്ര മതി, എനിക്ക് ഇത്ര മധുവിന് കൊടുത്തേ ബാക്കി. ആ ആർജിത കുട്ടി എന്താ ഇനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ മാറിപ്പോകും, അതുകൊണ്ട് വേണ്ട. ഓക്കെ, എന്തായാലും മക്കളെ നന്നായിരുന്നു പാട്ട് താങ്ക് യു. കേട്ടോ. അതിനകത്ത് മോടെ ശബ്ദമാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും ആദ്യത്തെ പോയിന്റ്. ഒരുപാട് ഭാഗങ്ങൾ നന്നായിട്ട് പാടും, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ചെറിയ ചെറിയ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയും. അതായത് ശൃംഗാരം പെയ്യും, സല്ലാപത്തോറ്റം, ഈശയ്യ മഞ്ചം, എൻ അങ്കോപാങ്കം, ഇത് ഈ 4 ലൈൻസ് താളത്തിലൊന്ന് പാടിക്കും. ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരത്തെയും ഈ മൗനം പോലും വാചാലം സല്ലാപത്തോറ്റം ആനന്ദം സല്ലാപത്തോറ്റം ഏതാ നോട്ട്? സല്ലാപത്തോറ്റം അല്ലേ? സല്ലാപത്തോട്ടം സല്ലാരാരാരാരാ അല്ലേ? സല്ലാപത്തോട്ടം താരാരാരാരാ സല്ലാപത്തോട്ടം സല്ലാപത്തോട്ടം. ഇപ്പൊ കറക്റ്റാ. അടുത്തത് ഇത് തന്നെ പാടിയ ഈ ശയ്യാമഞ്ചം. ആനന്ദം ചോരും പൂമഞ്ചം ഈ ശയ്യാമഞ്ചം ശയ്യാമഞ്ചം. ആ അങ്ങനെ തന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നേ ആവേശം ചേരും ഉന്മാദം ഇന്നങ്കുപാങ്കം. അത് കറക്റ്റ്. നോക്കി ഈ 4 സ്ഥലത്ത് മോള് പാടിയത് കറക്റ്റ് സിംഗിൽ വന്നില്ല. പിന്നെ ലാസ്റ്റ് താലോലം എന്ന് പറഞ്ഞു പോയി, അതൊന്ന് പാടിക്കും. താലോലം ആലോലം വേഷം പൂന്തെന്നൽ താരാട്ടും പാട്ടിൽ താലോലം ചായം താരമ്പിൽ പൊന്നിഷ്ടം കൂടാം പൊന്നിഷ്ടം കൂടാം. അപ്പൊ മോള് ഏകദേശം കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇങ്ങനത്തെ 2-3 സ്ഥലത്താണ് ഈ ചരണത്തിലും ഇതേ സ്ഥലമുണ്ട്. പിന്നെ ഇത്രയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രുതി ലാൻഡിങ് ശ്രുതിയൊക്കെ ഒന്നുകൂടെ നോക്കണം. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. ഇനി കുറച്ച് സ്ട്രിക്റ്റും ടൈറ്റും ആക്കും. അപ്പൊ ഇതുപോലത്തെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലോട്ട് പോകുന്ന ഇനിയായിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. കാരണം മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോള് ടെൻഷൻ ഇല്ലാതെ ഒന്ന് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആർജിത കുട്ടി, ഈ ഉടുപ്പ് കാണാൻ എന്താ ഒരു ഭംഗി. എന്റെ വീട്ടിലൊരു ഫ്ലവർ പോട്ട് പണ്ട് ഉണ്ടായിരുന്നു, ഇതുപോലൊരു ഡിസൈൻ, ഇതുപോലത്തെ മെറ്റലില് ഇല്ലേ, ഓർമ്മയില്ലേ? ഈ ഡിസൈനും ഇതുപോലത്തെ മെറ്റലും അപ്പൊ എന്തായാലും ആർജിത കുട്ടി ഇപ്പൊ ശ്രീകുട്ടൻ അങ്കിൾ പറഞ്ഞതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വളരെ നല്ല ശബ്ദമാണ് ആർജിത കുട്ടിയുടെ. പിന്നെ ആ വൈബ്രേഷൻ അതിൽ വളരെ മാറ്റമുണ്ട്. നേരത്തെ സസ്റ്റൈൻ നോട്ട്സ് ഒക്കെ പിടിക്കുമ്പോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യായിരുന്നു, വിറയണ്ടായിരുന്നു. അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, മുഴുവനായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും അത് കുറച്ചും കൂടി ഉണ്ട്, അതൊന്നും ബെറ്റർ ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയത് ഇപ്പൊ പാടിപ്പിച്ച ഭാഗങ്ങൾ കുറച്ച് നോട്ട്സ് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടില്ല. പിന്നെ കുറച്ച് ലാഗ് വന്നു. ഏത് ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം പെയ്യും തത്താര 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 താര തത്താര താര തത്താര തത്താര താര തത്താര താര തത്താര തത്താര താര. അങ്ങനെ കറക്റ്റ് താളത്തിൽ വരണം. മോള് പാടുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം പെയ്യും വലിഞ്ഞുകൊണ്ട് ഒരു അത് പെർഫെക്റ്റ് ആക്കണം. അങ്കിൾ പറഞ്ഞു ശ്രുതിയുടെ കാര്യവും ഞാൻ അവിടെ ലാഗ് എഴുതി വെച്ചിട്ടുണ്ട്. പൊന്നിഷ്ടം കൂടാം ഓൾറെഡി ശ്രീകുട്ടൻ അങ്കിൾ പറഞ്ഞു. പിന്നെ കുളിര് കുത്തുന്ന കുമ്പിൾ നമുക്കുള്ളത് അതെങ്ങനെയാ? ശ്രുതി ഷാർപ്പായി പോയി നേരത്തെ പാടിയപ്പോ കേട്ടോ. അതൊക്കെ കൺട്രോളിൽ വരാത്തോണ്ടാണ് അങ്ങനെ ഷാർപ്പായി പോണത്. പിന്നെ പൊന്നിഷ്ടം കൂടാം, അതും അനുപല്ലവിയിലുണ്ടായ അതേ പ്രശ്നം നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. ഇത്രയാണ് ഉണ്ടായത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ഇനി സ്ട്രിക്റ്റ് ആവും. പിന്നെ ഒത്തിരി ഇളവ് കിട്ടുന്നത് നല്ലതല്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു വിളിപ്പേരുണ്ടാവും, ഇളവരശി. ഒരു കൊരവൊന്നും ഇടുവോ? ഇല്ലല്ലേ, എന്തിനാ നിങ്ങക്ക് തന്നെ ഇട്ടൂടെ കൊരവല്ലോ? ഞങ്ങൾക്ക് മറ്റേ അത് പറ്റത്തില്ല. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് അതിൽ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇളവരശി, സോറി.
ഇവിടെ കുറച്ചായല്ലേ വന്നിട്ട്. ഇപ്പൊ എന്റെ പേര് വരെ മറന്നുപോയോ? കുറച്ചാളല്ലേ വന്നിട്ട്. രാത്രി ഉറക്കമില്ലാതുള്ള പ്രോഗ്രാം ഇല്ലേ? കാരണം വെളുപ്പാങ്കാലം 4 മണിക്കാ വന്ന് അത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. വൈറലായിരിക്കുന്ന ഒരു വീഡിയോ പരിശോധിച്ചാൽ ആരാണ് ഉറക്കമില്ലാത്ത പ്രോഗ്രാം തിരിച്ചടി കിട്ടി. ഇതുപോലൊരു മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു അതാ നമ്മുടെ സാക്ഷാൽ MG ശ്രീകുമാർ. ഇല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരാള് നല്ല പാട്ട് പാടണേ എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റിമിയോ മധുബാലകൃഷ്ണനോ അല്ലെങ്കിൽ എന്റെ പൊന്നു കൊച്ചു മോളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വേദി നിൽക്കുമ്പം നമ്മള് നല്ല, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടല്ലേ പാടുന്നത്, അത്ര നേരം പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ചുമ്മാ ഇതിനിടയിൽ ആളാവാൻ വേണ്ടി ചെറിയൊരു മിനുക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്നോണ്ട് 10 പേരുടെ മുമ്പിൽ ധൈര്യം കൂടുമല്ലോ. ഇത് പണ്ടുണ്ടായിരുന്നതാ, ഇപ്പൊ ഒന്നും ഇല്ല. അതിന് ഞാൻ ശരിക്കും അല്ല, ഞാൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. നുള്ളിക്കളയണമെന്ന് കാണണോ? അങ്ങ് കണ്ടോളൂ. ഇത് ഇത്രയും നേരം പാടിയ ചീത്ത പാട്ടാണ്. നീ നല്ല പാട്ട് കേൾക്കണേ താങ്കളുടെ കാര്യം ചെയ്യും. താൻ പോയി വീട്ടിൽ പോയിട്ട് റേഡിയോ വെച്ച് ഓൺ ചെയ്തു ഒന്ന് കേൾക്ക്, അതിനകത്ത് നല്ല പാട്ടൊക്കെ വരും. നല്ല പാട്ട് പാടണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏതാണ് നല്ല പാട്ട്, ഏതാണ് ചീത്ത പാട്ട്? നമ്മളൊരു ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഷോയ്ക്ക് പോകുമ്പോൾ നമ്മളെല്ലാം നല്ല പാട്ടുകളാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണ് പാടുന്നത്. മലയാള സിനിമയിൽ എവിടെയാണ് ചീത്ത പാട്ട്, എവിടെയാണ് നല്ല പാട്ട്? അപ്പോൾ പുള്ളിക്ക് ഏതാണ് നല്ല പാട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമന്റ് കൊടുത്തത്. അല്ല, ആരെയും വിഷമിപ്പിക്കാനൊന്നും അല്ല. കുട്ടി അങ്ങനെ ഞാൻ മറക്കോ? എന്താ പറഞ്ഞു 2 ദിവസം വന്നില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെ മറന്നോന്നോ? അത് ഒരു ഭയങ്കര വിഷമമായി പോയി കേട്ടോ എനിക്ക്. അങ്ങനെ മറന്നിട്ടാണ് ഞാൻ തമാശയിലൂടെ ഇളവരശി അല്ലെ, ഇളവരശി ചീത്ത നല്ല പേരല്ലേ ഇളവരശി എന്നൊക്കെ പറയുന്നത്. ഇല്ലില്ല, ആർജിത കുട്ടിയുടെ അങ്ങനെ മറക്കോ? ആ തമാശയിലൂടെ പേരങ്ങനെ ആക്കിയതല്ലേ. പാട്ട് സൂപ്പറായിട്ട് പാടി, ഉഗ്രം പാട്ടല്ലേ. അല്ലെങ്കിലും എനിക്ക് കുറെ നാള് കൂടി രാജാ സാറിന്റെ പാട്ട് മഞ്ഞു പെയ്യും രാവിൽ മനതിറങ്ങിയോ കണ്ണും കണ്ണും തേടും, ആ ബീജി വരെ നമ്മുടെ ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ട്. കുറെ നാൾ കൂടി കേട്ടു. ആർജിത കുട്ടിക്കാണെങ്കിലും കുറച്ച് നാൾ കൂടി അല്ലെ, കുറച്ചൊരു കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് പാടാൻ പറ്റിയില്ലേ? വിചാരിച്ചേക്കാളും നന്നായിട്ട് പാടാൻ പറ്റി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇത് കൂടുതൽ കൂടുതൽ ബെറ്റർ പെർഫോമൻസുമായിട്ട് അടുത്ത റൗണ്ടുകളിൽ വരിക കേട്ടോ, ഇതേ കോൺഫിഡൻസോട് കൂടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. So, മക്കളെ, today we are giving you 97 out of 100. എനിക്കൊരു ഇളയരാജ സാർ പോക്കറ്റ് മതി. ആടി ഒരു രാജാ സാർ പോക്കറ്റ്. താങ്ക് യു.